ഡിന്നറിന് എന്തുണ്ടാക്കും എന്നുള്ള എൻ്റെ ചിന്ത അവസാനിച്ചത് ഈ ബ്രെഡും മുട്ടയും കണ്ടപ്പോഴാണ് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ വിവിക്ക് ഞാൻ നോർമലി ഉണ്ടാക്കുന്നത് മുട്ടയും പാലും പഞ്ചസാരയും കൂടെ അടിച്ചിട്ട് പിന്നെ അതിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സൈഡ് റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇതിന് നമുക്ക് വലിയ പണിയൊന്നുമില്ല. 2 മുട്ട എടുക്കുക, പിന്നെ അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒരു പൊടി ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഓവർ ഷുഗർ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ, വിവിക്ക് ഉപ്പിട്ട ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പിടാറില്ല. പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കുക, ഇത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലും അതുപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പം ഇത് 2 സൈഡ് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ബ്രെഡ് കിട്ടും. അങ്ങനെ ഇത് ഞാൻ വിവിക്കും. പിന്നെ എനിക്കിതിൽ ഈ ഷുഗറും പാലും കൂടെ ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നോർമലി നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയില്ലേ, സാധാരണ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ 2 മുട്ട എടുത്തിട്ട് അതിനകത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടാക്കിയ പാനിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രെഡ് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിടുക. അങ്ങനെ 2 ബ്രെഡും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ എനിക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ഇത് അടിയിൽ നന്നായിട്ട് ആയി കഴിയുമ്പോഴേക്കും നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്രെഡ് നല്ലപോലെ ടോസ്റ്റ് ആവുന്നത് പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് മടിച്ചെടുക്കുക. ഈ സമയത്താണ് പെട്ടെന്ന് എനിക്ക് നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ, എനിക്കറിയുന്ന രീതിയിൽ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ, അപ്പോൾ ഇന്നായിരുന്നു കേട്ടോ പാലിൻ്റെ എക്സ്പയറി, അപ്പോൾ നാളെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ പാല് ബാക്കിയുള്ള ബാലൻസ് ഇരുന്ന പാലും കൂടെ എടുത്തിട്ട് പിന്നെ കുറച്ച് കൊക്കോ പൗഡറും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പം ഞാനിത് പെട്ടെന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ അതിനെ ഒന്ന് റെഡിയാക്കാൻ നോക്കിയിട്ട് ഇത് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അവസാനം കുറേ എൻ്റെ ക്ഷമ നശിച്ചപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം എൻ്റെ ക്ഷമ നശിച്ചപ്പോൾ ഞാനത് എടുത്തു. പക്ഷെ കുടിച്ചു നോക്കിയപ്പം ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഒരു ഷോക്ക്. അതിൻ്റെ ടേസ്റ്റ് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. See you on another video.